ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിവാഹ മണ്ഡപമാണ്. എന്താ നിന്റെ അമ്മ പറഞ്ഞാൽ നീ കേൾക്കില്ലേ എന്ന് വന്ദന ചോദിക്കുമ്പോൾ വന്ദനയ്ക്ക് പിന്നാലെ പോവുകയാണ് ദിയമോള്. ഇത് കേൾക്കുന്ന ജഗൻ ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ദിയമോളെ പിടിച്ചു നിർത്തുകയാണ്. മോളെ, അങ്കിളൊരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയുമോ? ആ പോയത് മോളുടെ ആരാണെന്ന് ജഗൻ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയാ, വന്ദന അമ്മയെന്ന് ദിയ പറയുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ പ്രണയിച്ചതും സംസാരിച്ചതുമെല്ലാം ദിയ മോളുടെ അമ്മയായിട്ടായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ജഗൻ. പിന്നീട് കാണിക്കുന്നത് ജഗൻ നേരെ ഹരിതയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ഹരിതേ, ഈ ദിയമോൾ ആരാണെന്ന് ജഗൻ ചോദിക്കുമ്പോൾ അത് വന്ദനേച്ചിയുടെ മോളാണെന്ന്, ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണെന്നും ഹരിത പറയുന്നു. അപ്പോൾ ഞാൻ പ്രണയിച്ചയാള് ഒരു വിധവയായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ജഗൻ. വന്ദനയെ ആദ്യമായി കണ്ടപ്പോൾ മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജഗൻ ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിവാഹ മണ്ഡപമാണ്. വർഷ മണ്ഡപത്തിൽ നിന്നും പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛനെയും അമ്മയെയും എല്ലാ സത്യങ്ങളും അറിയിക്കണമെന്ന് വന്ദന മനസ്സിൽ പറയുകയാണ്. അങ്ങനെ വന്ദന അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാധവനും ചന്ദ്രികയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ മാധവേട്ട, എനിക്ക് തോന്നുന്നത് വർഷയുടെ വിവാഹം കഴിഞ്ഞത് വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ. നീ എന്താ ചന്ദ്രു ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മാധവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ വർഷയുടെ താലികെട്ട് സമയത്ത് ഞാൻ വന്ദനയെ നോക്കിയപ്പോൾ അവളെന്തോ വെറുപ്പോടെയാണ് വർഷയെ നോക്കിയിരുന്നത്. ഇത് കേൾക്കുന്ന വന്ദന ഞെട്ടലോടെ നിൽക്കുകയാണ്. വർഷയുടെ കാര്യത്തിലുള്ള ടെൻഷൻ തീർന്നു. വിക്രം അവളെ രാജകുമാരിയെ പോലെ ആവും നോക്കുന്നതെന്ന് മാധവൻ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന വന്ദന മനസ്സിൽ പറയുകയാണ്, ഈ സമയത്ത് വിക്രം കൊള്ളാത്തവനാണെന്ന് ഞാൻ ഇവരോട് ചെന്ന് എങ്ങനെയാ പറയുന്നത്? ഈ കല്യാണം കൂടി മുടങ്ങിപ്പോയാൽ അവര് ഇതെങ്ങനെ സഹിക്കും? തൽക്കാലം ഇത് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് വന്ദന പറയുന്നു. അതേസമയം പോകാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ട് വർഷ വന്ദനയുടെ അടുത്തേക്ക് വരികയാണ്. എന്റെ മോൾക്ക് സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് വന്ദന പറയുന്നു. തുടർന്ന് മാധവനും ചന്ദ്രികയും കൂടി വർഷയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അല്ല മോനെ, ഇറങ്ങാൻ ഇനിയും മുഹൂർത്തം ബാക്കിയുണ്ടെന്ന് മാധവൻ പറയുമ്പോൾ കല്യാണത്തിന് മാത്രം മുഹൂർത്തം നോക്കിയാൽ പോരെ, ഇതിനൊക്കെ എന്തിനാ നോക്കുന്നതെന്ന് വിക്രം ചോദിക്കുന്നു. വാ ഇറങ്ങാം, കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ. അതേസമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല ചന്ദ്രികയെ, ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ചടങ്ങുകളില്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ ഇറങ്ങിക്കോളാൻ മാധവൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരോടും കരഞ്ഞുകൊണ്ട് യാത്ര പറയുന്ന വർഷയെയാണ്. അതേസമയം പോകാനായി ധൃതി വെക്കുകയാണ് വിക്രം. തുടർന്ന് വർഷയുടെ കൈ പിടിച്ച് വിക്രം പറയുകയാണ്, ഞങ്ങൾ ഇറങ്ങുകയാണ്. വർഷയ്ക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കിക്കോളാം. വർഷയും കൊണ്ട് വിക്രം കാറിൽ പോകുമ്പോൾ അവർക്ക് പിന്നാലെ തന്നെ ഗുണ്ടകളുമായിട്ട് മറ്റൊരു കാറ് പിന്തുടർന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജഗനെയാണ്. ജഗൻ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നേരെ വിഘ്നേശ്വരന്റെ മുന്നിൽ ചെന്ന് തന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ജഗൻ. വന്ദന ചന്ദ്രികാമ്മയുടെ മോളാണെന്നറിഞ്ഞപ്പോ ഞാൻ കൂടുതൽ സന്തോഷിച്ചു. പക്ഷേ വന്ദനയ്ക്ക് ഒരു മകള് കൂടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. എന്തിനാ വിഘ്നേശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഒരിക്കലും അവരുടെ ജീവിതത്തിന് ഞാനൊരു ബാധ്യതയാകാൻ പാടില്ല. എല്ലാം എനിക്ക് മറക്കണം. എന്നെ എല്ലാം മറക്കാൻ സഹായിക്കണമെന്നും വിഘ്നേശ്വരന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ജഗൻ. അതേസമയം കല്യാണത്തിന് പോയവരെല്ലാം തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വന്ദനയെയാണ്. മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ നിൽക്കുന്ന വന്ദനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.